എല്ലാവർക്കും നല്ല നമസ്കാരം. ചാലക്കുടി പട്ടണത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ MDMA പോലുള്ള രാസലഹരിയുടെ വിപണന കേന്ദ്രങ്ങൾക്കുള്ള ഇടങ്ങളായി മാറുന്ന വാർത്തകൾ ചാലക്കുടിയിൽ പല വരി കേട്ടു തുടങ്ങിയെങ്കിലും തൃശൂർ റൂറൽ പോലീസിൻ്റെ ഡാൻസ് ഓഫ് ടീമിൻ്റെയും ചാലക്കുടി പോലീസിൻ്റെയും ഒക്കെ സംയോജിതമായ ഇടപെടലിൻ്റെയും അന്വേഷണത്തിൻ്റെയും ഭാഗമായി ഇത്തരം ലഹരി മാഫിയ സംഘങ്ങൾക്ക് തലപൊക്കാനാവാത്ത സ്ഥിതി ചാലക്കുടി പട്ടണത്തിൽ വന്നിരുന്നു. എന്നാൽ ഇന്ന് ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നഗരമധ്യത്തിൽ അതിമാരകമായ രാസലഹരിയായ MDMA വിപണനം ചെയ്യുന്നതിനു വേണ്ടി MDMAയുമായി വന്ന കൊടകര മറ്റത്തൂർ കാവനാട് സ്വദേശി ചള്ളിയിൽ വീട്ടിൽ അഭിജിത്ത് 21 വയസ്സെന്ന ചെറുപ്പക്കാരനെയാണ് തൃശൂർ റൂറൽ പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. KSRTC സ്റ്റാൻഡിന് സമീപമുള്ള ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ ചള്ളിയിൽ അഭിജിത്ത് എന്ന് പറയുന്ന 21 വയസ്സുകാരൻ. ഈ സ്ഥാപനത്തിലെ തൊഴിലാളികൾ താമസിച്ചിരുന്നത് ചാലക്കുടി നഗരസഭാ അതിർത്തി പ്രദേശമായ ഗോൾഡൻ നഗറിലെ ഒരു വാടക വീട്ടിലാണ്. പോട്ട സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഈ വീട്ടിൽ നിന്നാണ് ചള്ളിയിൽ അഭിജിത്ത് 21 വയസ്സെന്ന ചെറുപ്പക്കാരനെ MDMAയുമായി പിടികൂടിയിട്ടുള്ളത്. MDMA വിപണനം നടത്തുന്നതിന് വേണ്ടി ചാലക്കുടി പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ MDMA വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ അഭിജിത്ത് എന്ന് പറയുന്ന 21കാരൻ ഇതുമായി വന്നത്. ലക്ഷ്യം കലാലയ സ്റ്റുഡൻറ്റുകളാകാം, സ്കൂൾ വിദ്യാർത്ഥികളാകാം, മറ്റു പലർക്കുമാകാം. ഈ പട്ടണത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് MDMA പോലുള്ള രാസലഹരികൾ കൊടുത്ത് നമ്മുടെ ഉത്സവങ്ങൾ, നമ്മുടെ ആഘോഷ പരിപാടികളെല്ലാം തന്നെ അലങ്കോലമാക്കുന്നതിനും യുവതയുടെ സർഗാത്മകമായ കഴിവുകളെ നശിപ്പിച്ച് അവരെ ഇഞ്ചപ്പരുവത്തിലാക്കി അവരുടെ ജീവിതം നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ കേരളത്തിലും നമ്മുടെ രാജ്യത്തിലും അങ്ങോളം ഇങ്ങോളം MDMA പോലുള്ള രാസലഹരി കൊടുക്കുന്നത്. അങ്ങനെ വിപണനം ചെയ്യാൻ വേണ്ടി വന്ന ചള്ളിയിൽ അഭിജിത്ത് 21 വയസ്സെന്ന ചെറുപ്പക്കാരനെയാണ് ഡാൻസ് ഓഫ് ടീം പിടികൂടിയിട്ടുള്ളത്. തൃശൂർ റൂറൽ പോലീസിന്റെ ഡാൻസ് ഓഫ് ടീം ഇതിക്ക് മുൻപും ഇതുപോലെയുള്ള രാസലഹരി ടീമുകളെ പിടികൂടിയിട്ടുണ്ട്. ചാലക്കുടി പട്ടണത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ MDMAയുമായി വരുന്നവരെ പിടികൂടാൻ വളരെ ഊർജിതമായ ശ്രമങ്ങളാണ് ഈ ആഘോഷ ഉത്സവ പെരുന്നാൾ കാലഘട്ടത്തിൽ ചാലക്കുടി പോലീസും റൂറൽ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് നടത്താൻ പോകുന്നതെന്നുള്ള കാര്യമാണ് നിങ്ങളെ അറിയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ചാലക്കുടി പട്ടണത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പലരും വന്ന് താമസിക്കുന്നുണ്ട്. വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. വാടകയ്ക്ക് വീട് കൊടുക്കുമ്പോൾ, തൊഴിലാളികൾക്കാണെന്ന് പറഞ്ഞ് വീട് കൊടുക്കുമ്പോൾ, അന്യസംസ്ഥാന തൊഴിലാളികൾക്കെന്ന് പറഞ്ഞ് വീട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ ഗോൾഡൻ നഗർ പോലുള്ള സ്ഥലങ്ങൾ, ഒരുപാട് നല്ല കുടുംബങ്ങൾ താമസിക്കുന്ന ഈ ഗോൾഡൻ നഗർ പോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരക്കാർക്ക് വാടക വീട് കൊടുക്കുന്നത് അത് സമൂഹത്തെ തുരങ്കം വെക്കുന്നതിന് തുല്യമായിരിക്കുമെന്നാണ് പറയുന്നത്. ഇതേ വീട്ടിൽ നിന്ന് തന്നെ മുൻപും ഇത്തരം ചില കേസുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രദേശവാസികളിൽ നിന്നും അറിയാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഈ വീട്ടുടമ ശ്രദ്ധിക്കണം. നമ്മൾ കൊടുക്കുന്ന വീട്, നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഇടം അത് ഇത്തരത്തിൽ രാസലഹരി വിപണനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇടങ്ങളാക്കി മാറ്റുന്നതിനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ കൃത്യമായി അന്വേഷിച്ച് മാത്രം കൊടുക്കുക. എന്തായിരുന്നാലും ചാലക്കുടി പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ MDMA പോലുള്ള രാസലഹരി വിതരണം ചെയ്യുന്നതിന് വേണ്ടി, ക്രമീകരണങ്ങൾ നടത്തുന്നതിന് വേണ്ടി, അതിമാരകമായി രാസലഹരി വിതരണം ചെയ്യുന്നതിന് വേണ്ടി വന്ന ചള്ളിയിൽ അഭിജിത്ത് 21 വയസ്സ്, മറ്റത്തൂർ പഞ്ചായത്തിലെ കാവനാട് സ്വദേശി ചള്ളിയിൽ വീട്ടിൽ അഭിജിത്ത് 21 വയസ്സെന്ന ചെറുപ്പക്കാരനെ തൃശൂർ റൂറൽ പോലീസ് ഡാൻസ് ഓഫ് ടീം പിടികൂടിയിരിക്കുന്ന വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മുടെ നാട്, നമ്മുടെ ഇടങ്ങൾ ഇതെല്ലാം കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുവാൻ നമുക്കും ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ കവലകളിലും നമ്മുടെ ഇടങ്ങളിലും നമ്മുടെ മൂലകളിലും എല്ലാം തന്നെ പരിചയമില്ലാത്തവരും പുറമേ നിന്നുള്ളവരും വന്ന് മണിക്കൂറുകളോളം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, അവരെന്താണ് അവിടെ ചെയ്യുന്നതെന്ന് കൃത്യമായി തന്നെ പോലീസിനെ വിവരം അറിയിക്കുക. നന്ദി, നമസ്കാരം.